കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളതുണ്ട്. ഓക്കെ, പക്ഷെ അതൊരു ഏജൻസി ത്രൂ മാത്രമാണ് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടോ ഡെലിവറി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും? അതെ, അങ്ങനത്തെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കും, എത്ര ആളുകളാണ് ഇങ്ങനത്തെ റിക്വയർമെന്റ് പറയുന്നത് നോക്കും. എന്നിട്ട് അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേപോലെ ആ ഒരു കസ്റ്റമറിലേക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് അപ്പോൾ സെല് ചെയ്യാൻ നമുക്ക് എളുപ്പമായി. നമ്മൾ ഫോപ്സ് റിസീവറും ഫോപ്സ് ഡയറക്ടറും കൊടുക്കുന്ന സംഭവം. അതെ, അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. കാരണം വെച്ചാൽ ബേസിക്കലി എന്ന് വെച്ചാൽ ആ ഒരു റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അവർക്ക് അത് സെല്ല് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനത്തെ റിക്വയർമെന്റ് വരുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ റിക്വയർമെന്റ്സ് ഉണ്ട്. നേരത്തെ പറയാൻ പറ്റുക മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു മാർക്കറ്റിംഗ് ഏജൻസി എല്ലാം നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ. ഒരു ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ആപ്പ് ത്രൂ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്ന പോലെ നമുക്കിതിപ്പോൾ ഒരു വാട്സപ്പ് ചാറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതാവും അവർ ഫേസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്യൂ അല്ലേ, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതാവും മാർക്കറ്റിംഗിൽ. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി വെച്ചാൽ അവർക്ക് കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളതുണ്ട്. ഓക്കെ, പക്ഷെ അതൊരു ഏജൻസി ത്രൂ മാത്രമാണ് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ പകരം നമ്മുടെ സിസ്റ്റം തന്നെ അവരുടെ ബിസിനസ്സിനെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിലേക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് റോഡ് മാപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളുടെ പ്രൊഡക്റ്റ് റോഡ് മാപ്പിലുള്ള ഒരു സാധനമാണ്.